നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 100% നികുതി ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ തീരുമാനത്തിന് ഇന്ത്യ വഴങ്ങിയേക്കില്ല എന്ന് സൂചന. സത്യത്തിൽ ഇന്ത്യക്കുമേൽ ശക്തമായ സമ്മർദ്ദമുയർത്താനാണ് 100% ഇറക്കുമതി തീരുവ എന്ന തന്ത്രവുമായി അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങുന്നില്ല. റഷ്യയിൽ നിന്നും എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് സൂചന. അതായത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം എണ്ണ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ കഴിഞ്ഞ ജൂലൈയിൽ 27.8 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇത് സർവകാല റെക്കോർഡാണ്. ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 56% വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി എണ്ണ ഇറക്കുമതി കുറയ്ക്കേണ്ടതില്ല എന്ന തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നു. നേരത്തെ 2025 റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% പിഴ തീരുവ അമേരിക്ക ചുമത്തിയിരുന്നു. ആ സമയത്ത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഒരൽപ്പം കുറച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നിൽ 5 കാരണങ്ങളുണ്ട്. ഇതിലൊന്നാമത്തേത് പശ്ചിമേഷ്യൻ സംഘർഷമാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. 2025 റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറയ്ക്കുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടായിരുന്നില്ല. 2026 ഫെബ്രുവരി 28 മുതലാണ് അമേരിക്കയും ഇസ്രായേലും ശക്തമായ ആക്രമണം ഇറാനുമേൽ നടത്തിയത്. അതിനുശേഷം പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണയുടെ വരവ് നടക്കേണ്ടത്. എന്നാൽ ആ കടലിടുക്ക് അടഞ്ഞതോടുകൂടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. എന്നാൽ അതിനെ ഇന്ത്യ മറികടന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയുടെ വാക്കുകേട്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചാൽ ആഭ്യന്തര വിപണിയിൽ എണ്ണവില വർദ്ധിക്കും. മാത്രമല്ല ആഗോള വിപണിയിലും എണ്ണവില വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അമേരിക്ക ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്ന മട്ടില്ല. അമേരിക്കയും ഇറാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനം തുടരുകയാണ്. അമേരിക്ക ഇറാനെയും ഇറാൻ അമേരിക്കയെയും ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധിക്കുന്നുണ്ട്. ഒമാൻ തീരത്തുകൂടി മറ്റൊരു പാത അമേരിക്ക നിർമ്മിച്ചെങ്കിലും ആ പാതയിലൂടെ പോകുന്ന കപ്പലുകളും ആക്രമിക്കപ്പെടുന്നു. മാത്രമല്ല ഇറാനും ഒമാനും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു സഹകരണം ഉണ്ടാക്കിയെന്ന സൂചനയുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അമേരിക്ക അവിടെ ഉപരോധം തുടരുന്നിടത്തോളം കാലം ഹോർമൂസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോഴും യുദ്ധം എന്ന് മാറുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സൂചനയും ഇറാനോ അമേരിക്കയോ നൽകുന്നില്ല. ഇറാൻ ഏതറ്റം വരെയും പോകും എന്ന ഒരു തീരുമാനത്തിലാണ്. അമേരിക്കയാകട്ടെ ഇറാനെ നശിപ്പിച്ച് അടങ്ങൂ എന്ന തീരുമാനത്തിലും. ഇതെന്ന് അവസാനിക്കും എന്ന് യാതൊരു നിശ്ചയവുമില്ല. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം പോലെ വർഷങ്ങളോളം നീണ്ടാൽ തീർച്ചയായും ഇന്ത്യക്ക് ഗൾഫ് രാജ്യങ്ങളെ എണ്ണയ്ക്ക് വേണ്ടി അധികം ആശ്രയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ LPG ടാങ്കറുകളെയും അതുപോലെ തന്നെ ഓയിൽ ടാങ്കറുകളെയും എല്ലാം ഇറാന്റെ അനുമതിയോടുകൂടി ഹോർമൂസ് കടലിടുക്കിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് സമയത്തും അനിശ്ചിതത്വത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ മറ്റു കപ്പലുകളെ ആക്രമിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ കപ്പലുകൾക്ക് വലിയ സുരക്ഷ അവിടെയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമെന്നത് റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ എണ്ണ കയറ്റുമതിയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുക്രൈൻ റഷ്യക്കെതിരായിട്ടുള്ള ആക്രമണം കടുപ്പിച്ചിരുന്നു. ആ ആക്രമണത്തിൽ ഈ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയുടെ റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിൽ റഷ്യൻ റിഫൈനറികൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി. ഇത് സംസ്കരിച്ച എണ്ണ രാജ്യത്ത് ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ടായി. ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന റഷ്യ എന്ന രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. പെട്രോൾ പമ്പുകളിലും മറ്റും വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായി. എന്നാൽ ഈ ഒരു പ്രതിസന്ധിയെ റഷ്യ മറികടന്നത് ഇന്ത്യക്ക് കൂടുതൽ അസംസ്കൃത എണ്ണ നൽകുകയും ഇന്ത്യയുടെ റിഫൈനറികളിൽ ഈ എണ്ണ സംസ്കരിച്ച് തിരിച്ച് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തതിലൂടെയുമാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ റിഫൈനറികൾക്ക് അസാധാരണമായ റിഫൈനിങ് കപ്പാസിറ്റി ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് കയറ്റുമതി രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുകയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ റഷ്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി അടക്കം നടക്കുന്നതുകൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറച്ചാൽ അത് ഇന്ത്യയെ ദോഷകരമായി ബാധിക്കും.
മൂന്നാമത്തേത് ആഗോള വിപണിയെ ഇത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഹോർമൂസ് കടലിടുക്കിലും അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആഗോള വിപണിയിലേക്ക് എണ്ണയുടെ വരവ് കുറഞ്ഞിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതാണ്ട് 300-ലധികം എണ്ണ ടാങ്കറുകളാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിപ്പോൾ 30 കുറഞ്ഞിരിക്കുന്നു. ഇത് ആഗോള എണ്ണ വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ വിലക്കയറ്റമുണ്ട്. ഇനി എണ്ണയ്ക്ക് വേണ്ടി ആഗോള വിപണിയിലേക്ക് ഇന്ത്യയും കൂടി തള്ളിക്കേറിയാൽ തീർച്ചയായും ആ വില വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ വില വർധനവ് ഇന്ത്യയെയും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളെയും ബാധിക്കും. മാത്രമല്ല, അങ്ങനെ ഒരു വില വർധനവ് ഉണ്ടായാൽ ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടക്കും എന്ന് തോന്നുന്നില്ല. നാലാമത്തെ കാരണം എന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്മേലുള്ള അന്തിമ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അമേരിക്ക ഈ പണി കാണിച്ചിരിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 100% നികുതി ചുമത്താൻ പ്രസിഡന്റിന് ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ല് അമേരിക്ക പാസാക്കിയിരിക്കുന്നത് ഈ സമയത്താണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇത് പാസാക്കിയിരിക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. അതായത് ഇന്ത്യക്ക് ഒട്ടും ഗുണകരമായി ഭവിക്കാത്ത പല കാര്യങ്ങളും അമേരിക്കയ്ക്ക് ഈ കരാറിലൂടെ നേടിയെടുക്കണം. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വാർത്ഥ ചിന്താപരമായി ഇന്ത്യയെ വലിയ രീതിയിൽ ഈ കരാറിൽ ഒപ്പിടിപ്പിക്കാനായി, അല്ലെങ്കിൽ ഈ കരാറിൽ പല ഉപാധികൾ വെച്ചുകൊണ്ട് ഇന്ത്യയെ സമ്മതിപ്പിക്കാനായി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അത്തരം ഉപാധികൾ സമ്മതിച്ചു കൊടുക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതാകാം ഈ 100% തീരുവ എന്ന തീരുമാനമെന്നാണ് ഇപ്പോൾ ഇന്ത്യ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വഴങ്ങേണ്ടതില്ല, പ്രത്യേകിച്ചും വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഏറ്റവും ഒടുവിലത്തെ കാരണമെന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ്. കഴിഞ്ഞ 2025 അമേരിക്കയുമായി കൊമ്പ് കോർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യയിലെ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപണി വളരെയധികം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആ വിപണിയെ രക്ഷിക്കുക എന്ന ഒരു ചിന്തയോടുകൂടിയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അല്പം കുറച്ചത്. പൊതുമേഖലാ കമ്പനികൾ എണ്ണ ഇറക്കുമതി കുറയ്ക്കുകയും പകരം സ്വകാര്യ മേഖലാ കമ്പനികൾ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ കാലയളവിലെ നേട്ടം. എന്തായാലും എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്നും ഒരല്പം കുറയ്ക്കാൻ അന്ന് ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അമേരിക്കയെ സോപ്പിടുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം അതിനെതിരെ ശക്തമായി നിലപാടെടുത്തു. അവർക്കൊരു രാഷ്ട്രീയ ആയുധം കിട്ടി. എപ്സ്റ്റീൻ ഫയലുകളിൽ മറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ പേരുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പേരുകൾ വെച്ച് ട്രംപ് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും അതുകൊണ്ടാണ് റഷ്യയുടെ എണ്ണ വാങ്ങാൻ മടിക്കുന്നത് എന്നുമൊക്കെയായിരുന്നു ഇവിടെ വലിയ പ്രചരണം. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പോലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം നിയമസഭാ പ്രസംഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് റഷ്യയിൽ നിന്നും നേരത്തെ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു. ആ എണ്ണ ഇപ്പോൾ വാങ്ങുന്നത് കുറച്ചതുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് വേണ്ടി വന്നത്. അത് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നുമൊക്കെ അദ്ദേഹം രാഷ്ട്രീയ വിമർശനം നടത്തി. പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഇത്തരമൊരു രാഷ്ട്രീയ വിമർശനത്തിനുള്ള ആയുധം കൊടുക്കേണ്ട എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഇന്ത്യയുടെ വ്യാപാര നയവും അതുപോലെ തന്നെ വിദേശ നയവും ഒക്കെ തന്നെയാണ്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു രാജ്യം തീരുമാനിക്കേണ്ട കാര്യമില്ല എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് തന്നെ അമേരിക്ക അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയാലും 100 അല്ല 200% നികുതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയാലും കേന്ദ്ര സർക്കാർ ഇനി അനങ്ങുന്ന പ്രശ്നമില്ല എന്നാണ് ഈ തീരുമാനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും 27.8 ലക്ഷം ബാരൽ എണ്ണ കഴിഞ്ഞ ജൂലൈയിൽ ഒറ്റ മാസം കൊണ്ട് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊട്ടും ഒരു കുറവും വരുത്തേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്.